Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ചെക്കോട്ട സാരീസ് ആണ് 5 ചെക്കോട്ട സാരീസ് ആണ് കാണുന്നത്. എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ്. അതിനകത്ത് എംബ്രോയിഡറി ആണെങ്കിലും ഡിഫറെന്റ് എംബ്രോയിഡറി ഡിസൈൻസും ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ കുറച്ച് നാളുകളായിട്ട് കാണിക്കുന്നത് എല്ലാ ഡിസൈനും റിപ്പീറ്റേഷൻ കാണിക്കാണ്ട് ഓരോ ദിവസം ഓരോ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൽ പുതിയ സ്റ്റിച്ചസ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനിയും വേറെ ഏതെങ്കിലും ഞാൻ പഠിപ്പിക്കാതെ ഏതെങ്കിലും സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. അതുപോലെ ഉടനെ തന്നെ എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ 5 ചെക്കോട്ട സാരീസ് ആണ് കാണുന്നത്. അത് എല്ലാം 5ഉം റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ആദ്യത്തെ സാരി തന്നെ ഒരു ക്യാരറ്റ് പീച്ച് കളർ സാരിയാണ്. ചെക്കോട്ട ലൈറ്റ് ക്യാരറ്റ് കളറാണ് കേട്ടോ. അപ്പം ആ സാരിയിനകത്ത് നമ്മൾ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അത് ലോ കോസ്റ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് സാരിയാണ്. അധികം വിലയുള്ള സാരിയല്ല. ഡെയിലി വെയറിനൊക്കെ പറ്റിയ കുഞ്ഞു ഡിസൈനായിട്ട് സ്കാറ്റർ ചെയ്ത് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ്. അപ്പം ഇതാണ് സാരിയുടെ കളറ്. ഇത് ക്യാരറ്റിൻ്റെ കളറില്ലേ, ആ ഓറഞ്ചിൻ്റെ ക്യാരറ്റ് ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല, അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൻ്റെ അകത്ത് നമ്മൾ റെഡും മെറൂണും എല്ലാം കൂടെ വരുന്ന ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു ഫ്ലവർ ബഞ്ചായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെൻറ്ററിലായാലും ആ സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ത്രെഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു പോർഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ഡിസൈൻ ഇതുവരെ വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്താണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് 3 ഡിസൈനാണ് വരുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈൻ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഇവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇവിടെ വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 6 ഡിസൈനാണ് ഇതുപോലത്തെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1100 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഈ സാരി താല്പര്യമാണ്, പക്ഷേ നമ്പർ ഓഫ് ഡിസൈൻസ് ഇതിൻ്റെ അകത്ത് കുറവാണ്, ഡിസൈനിൻ്റെ നമ്പർ കുറച്ചും കൂടെ കൂട്ടി തരണം എന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ അതനുസരിച്ച് വരും എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടേക്കാണ് ഡിസൈൻസിൻ്റെ നമ്പർ കൂട്ടുന്നതെന്ന് വെച്ചാൽ പറഞ്ഞേച്ചാൽ മതി, അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇത് 1100 ആണ് റേറ്റ്. കളറ് ക്യാരറ്റ് പീച്ചാണ്, ക്യാരറ്റ് ഓറഞ്ച് ആ ഒരു ഷെയ്ഡാണ് സാരിയുടെ കളറ്. ഇനി നമ്മൾ രണ്ടാമത്തെ സാരി ലെമൺ യെല്ലോ സാരിയാണ്. അതിൻ്റെ അകത്ത് ലേസി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ലെമൺ യെല്ലോ ചെക്കോട്ട സാരി. ലെമൺ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പീൽ യെല്ലോയാണ് അല്ലെങ്കിൽ ബേബി യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ലൈറ്റ് ഷെയ്ഡ് യെല്ലോയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ, മുന്താണിയിൽ വരുന്നൊരു ഡിസൈനാണ്. ഇത് ലേസി ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഫിഷ് ബോൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ഈ ലേസി ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ നമ്മൾ പേൾസും വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഡാർക്കിഷ് പിങ്ക് കളർ അല്ലെങ്കിൽ മെറൂൺ അല്ല, ആ ഒരു വാടാമുല്ല കളറിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മജന്ത എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് മജന്ത ഷെയ്ഡാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഈ ഫ്ലവറിന്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ഗ്രീനുമാണ് നമ്മൾ ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത് അടുപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും 6 ഡിസൈനാണ് വന്നിരിക്കുന്നത്. 3 ഫ്രണ്ടിൽ, പിന്നെ മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം, അങ്ങനെ 6 ഡിസൈനാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു നമ്പർ ഓഫ് ഡിസൈൻസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1200 ആണ് ഇതിൻ്റെ റേറ്റ്.
നമ്മുടെ രണ്ടാമത്തെ സാരി ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അതൊരു റെയർ കളർ കളക്ഷനാണ്. ഇതൊരു മാവ് കളർ, ലൈറ്റ് ഷെയ്ഡാണ്. ആർക്കും ചേരുന്ന ഒരു ലൈറ്റ് എന്ന് വെച്ചാൽ ഒട്ടും തെറിച്ച് നിൽക്കാത്ത ഒരു കളറാണ് സാരിയുടെ മാവ് കളർ. അതിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്? ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡിസൈനിങ് കൂടുതലുണ്ട്, ഡിസൈൻസിൻ്റെ നമ്പർ കൂടുതലാണ്. ഇതൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഫ്ലവേഴ്സ് ഇങ്ങനെ കുറച്ച് ഫ്ലവറും ലീവ്സൊക്കെ ആയിട്ട് ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഒരു കുഞ്ഞ് ഷുഗർ ബീഡാണ് വെച്ചിരിക്കുന്നത്, വൈറ്റ് കളർ ഷുഗർ ബീഡാണ്. ഇത് വീഡിയോയിൽ അതിൻ്റെ ആ എക്സാക്ട് കളറ് സാരിയുടെ കിട്ടുന്നില്ല. ഇതൊരു ലൈറ്റ് മാവ് കളറാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു സൈഡിലുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലുണ്ട്. റണ്ണിങ് പോർഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലത്തെ 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഫ്രണ്ടിൽ നിറച്ചും അത്യാവശ്യം നല്ലോണം വർക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് നിറച്ചും ഡിസൈനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഇതുപോലെ ഡിസൈൻസ് വരും. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ 2 ഡിസൈനാണ്. ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് 2 ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തു നിന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഡിസൈനായിട്ട് ഫീൽ ചെയ്യില്ല, കാലിൻ്റെ അവിടെ ഒരു വലിയ ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിറച്ചും വർക്കായിട്ട് അവിടെയും തോന്നും. അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സാരി തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 10 ഡിസൈനാണ് ഉള്ളത്. ഫ്രണ്ടിൽ 5 എണ്ണം, കാലിൻ്റെ അവിടെ 2 എണ്ണം, പിന്നെ ഷോൾഡറിൻ്റെ അവിടെ എന്ന് വെച്ചാൽ മുന്താണിയിലും പിന്നെ റണ്ണിങ് പൊസിഷനിലും കൂടെ കൂടിയിട്ട് 3 എണ്ണം. മൊത്തം 10 ഡിസൈനാണ് ഉള്ളത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മുടെ 4ാമത്തെ സാരി കണ്ടു നോക്കാം. അതിൻ്റെ കളറ് ഓഫ് വൈറ്റ് സാരിയാണ്. നമ്മുടെ എപ്പോഴും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ, ഏത് ഫംഗ്ഷനും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഓഫ് വൈറ്റ് കളർ. ഓഫ് വൈറ്റ് കളർ സാരിയുടെ അകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നിറച്ചും ഇതുവരെ തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച സാരി പോലെ തന്നെ നിറച്ചും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നോക്കി, ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പെറ്റൽസ് എല്ലാം തയ്ച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ്. നടുക്ക് സാറ്റിൻ സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയും ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവറും ലേസി ഡേസിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ആ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഒരു ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ഈ കുഞ്ഞു ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഡിസൈനിങ് സ്റ്റെം സ്റ്റിച്ച് വെച്ചാണെങ്കിലും കാണാൻ നല്ല സിമ്പിളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. കളർ കോമ്പിനേഷനും ഈ ഓഫ് വൈറ്റിൽ വന്നപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുന്താണിയിൽ ഒരെണ്ണം റണ്ണിങ് പോർഷനിൽ പോയിട്ടുണ്ട് ഇതുപോലത്തെ ഡിസൈനിങ്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 11 ഡിസൈനാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിലൊക്കെ ഇതുപോലെ നിറച്ചും ഡിസൈനിങ് ബോർഡറിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നേരത്തെ കാണിച്ച സാരിയുടെ മാതിരി തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ 2 ഡിസൈനിങ് ആണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് നേരത്തെ കാണിച്ച ഡിസൈൻ പോലെ തന്നെയാണ്. ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് 2 ഡിസൈനാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 11 ഡിസൈൻസ് ആണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓഫ് വൈറ്റ് സാരിയുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഓഫ് വൈറ്റ് തന്നെ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കളർ ത്രെഡ് വർക്കിൻ്റെ കളർ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇടാം. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സാരി കണ്ടു നോക്കാം. അതൊരു പിസ്ത ഗ്രീൻ സാരിയാണ്. അതിൻ്റെ അകത്ത് വൈറ്റും റെഡും ബ്രൗണും കളർ കോമ്പിനേഷനൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തും ഇത്തിരി ഹെവി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ 2 സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ അകത്ത് സാരിയുടെ ഈ ഒരു എൻഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നല്ല പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അതും 6 ട്രാൻസിറ്റായിട്ടാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ പ്രൊജക്ഷൻ കുറച്ചും കൂടെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ വർക്ക് വന്നിരിക്കുന്നത്.
അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇതുവരെ ഒരു കുഞ്ഞു ഡിസൈനാണ് ഇപ്പുറത്തെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞു ഡിസൈൻ നമ്മുടെ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ ആ സെയിം ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ലോണം കുറച്ച് ചെയ്യുമ്പോൾ തന്നെ തെറിച്ച് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനിങ്. ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഡിസൈനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അത് ഇതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ. ഇതിൻ്റെ അകത്ത് റെഡ് കളർ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ സെയിം നമ്മുടെ ഗ്രീൻ കളർ ആയാലും നമുക്ക് ഇടാവുന്നതാണ്. ഇതുപോലെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മളൊരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. ഉടനെ തന്നെ നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും റീക്രിയേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാരിയുടെ ഡിസൈൻസ് ആണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.